അതായത് ഇപ്പം നമ്മളൊരു ജോയിന്റ് ഫാമിലി ജീവിക്കുമ്പോ നമുക്ക് പേരൻസുമായിട്ട് നമ്മൾ ചേർന്ന് പോകാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പൊ അതൊരു 10-50 കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ 50 കാര്യങ്ങളിൽ ഒരു 48 കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവിടെയൊക്കെ നമ്മൾ വില്ലിംഗ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അവരുമായിട്ട് യോജിച്ചു പോവുക. ആ കുടുംബത്തിന്റെ ഒരു എന്താ പറയാ ഒരു സന്തോഷവും ഒരു ഐക്യവും ഒക്കെ നമ്മൾ നിലനിർത്തുക. പക്ഷെ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. അതുപോലെ എന്തെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആ 1-2 കാര്യത്തിന് റസ് പറഞ്ഞതുപോലെ നമ്മൾ നോർമലൈസ് ചെയ്യുക. നമ്മൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്നതിലുപരി ഈ 1-2 കാര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡ് എടുത്ത് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാല് ഈ മെജോറിറ്റി കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതും പതുക്കെ നോർമലൈസ്ഡ് ആയി പോകും. അത് മാത്രമല്ല ഇനിഷ്യൽ ദിവസങ്ങളിൽ അതിന്റെ ഇതുണ്ടാവും. പക്ഷെ ഇത് കുറെ കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞൊന്നും നന്നാവൂല. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം പിന്നാണെങ്കിൽ എഴുതി തള്ളിയ ഈ കാര്യത്തിൽ എഴുതി തള്ളലാണ് ഏറ്റവും നല്ലൊരു സാധനം. ഇതിന് അവരുടെയൊക്കെ ഒരു സമ്മതം വേണം എന്ന് കരുതുന്നത് തന്നെയാണ് അബദ്ധം. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുമായുള്ള ഇത്തരം യാത്രകൾ. അപ്പം ഞാൻ ശരിക്കും ആണുങ്ങളുടെ ഒരു സ്റ്റാൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പെണ്ണുങ്ങളുടെ സ്റ്റാൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.